നിയമപാലകരാകേണ്ടവർ അക്രമികളാകുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരിൽ കണ്ടത്. പെട്രോൾ അടിച്ചതിന്റെ പണം ചോദിച്ച ജീവനക്കാരനെയാണ് പോലീസുകാരൻ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അറസ്റ്റിലായ കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഡ്രൈവർ സന്തോഷ് കുമാറിനെ കോടതി റിമാൻഡ് ചെയ്തു. ക്രിമിനൽ സംഘങ്ങളുടെ ക്രൂരതകളെ അനുസ്മരിപ്പിക്കുന്ന അതിക്രമം. പെട്രോൾ അടിച്ചതിന്റെ പണം ചോദിച്ചതിന് ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന മനോനില. കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ മെസ് ഡ്രൈവർ സന്തോഷ് കുമാറിന്റെ അതിക്രമത്തിൽ നിന്ന് പമ്പ് ജീവനക്കാരൻ അനിൽ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സ്വകാര്യ വാഹനത്തിലെത്തിയ പോലീസുകാരൻ 2100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. തുടർന്ന് 1900 രൂപ മാത്രം നൽകി പോകാൻ ശ്രമിച്ചു. പമ്പിലെ ജീവനക്കാരൻ പള്ളിക്കുളം സ്വദേശി അനിൽ അവശേഷിക്കുന്ന പണം കൂടി നൽകണമെന്നാവശ്യപ്പെട്ടു. ഇതിനു കൂട്ടാക്കാതിരുന്ന പോലീസുകാരൻ ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു. ബോണറ്റിൽ പിടിച്ചിരുന്ന അനിലുമായി ഏറെ ദൂരം മുന്നോട്ടു പോയി. വാഹനം നിർത്തിയത് ട്രാഫിക് സ്റ്റേഷന് മുന്നിൽ. താഴെ പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മരണപ്പെടുത്തം പിടിച്ചത്. ആ പിടുത്തത്തിൽ രക്ഷപ്പെട്ടു. ഇല്ല എനിക്ക് ഇയാളെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. വണ്ടി അവിടെ നിന്ന് ബ്ലോക്കായതാണ് എനിക്ക് മുമ്പിൽ പോയി നിൽക്കാൻ തോന്നി കഴിഞ്ഞത്. ആ വണ്ടിയുടെ പാർക്ക് ചെയ്യുന്നിട്ട് കോടെന്ന് പറഞ്ഞതാണ്. അപ്പം പിന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ ഡ്രൈവറുടെ അടുത്ത് വന്നപ്പം ഇവർ ഒറ്റപ്പോക്ക് പോയത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതി പോലീസുകാരനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഇയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണവും നടക്കും. ആരെയും ഏത് സമയത്തും ക്രൂരമായി ആക്രമിക്കാൻ മടിയില്ലാത്തവർ ഏതു നിയമത്തെയാകും സംരക്ഷിക്കുക? പോലീസ് സേനയ്ക്ക് എന്ത് സേവനമാകും ചെയ്യുക? പൗരസമൂഹത്തിന്റെ ജാഗ്രത കൊണ്ട് ഈ കാര്യത്തിലെങ്കിലും ഇരയ്ക്ക് മിനിമം നീതി ഉറപ്പിക്കാനായെന്നു മാത്രം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ.